അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇന്ന് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഏറ്റവും അധികം രംഗത്തെത്തിയത് ഓർത്തഡോക്സ് സഭാധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് മെസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് ഈ വലിയ വിമർശനവുമായി മുന്നോട്ട് വരുന്നത്. അതായത് ഒരാൾ മരിക്കുന്നു, ആ നഷ്ടപരിഹാരം കൊടുത്താൽ ഈ പ്രശ്നം തീരുമെന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമില്ല, ഞങ്ങൾക്ക് അവിടെ സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നാണ് സർക്കാരിനോടുള്ള ആവശ്യമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ഉൾപ്പെടെ പറയുന്നത്. ഈ മലയോര ജനതയുടെ ഈ എത്രയോ വിലപ്പെട്ട ജീവനുകളാണ് ഇങ്ങനെ പൊലിഞ്ഞു പോകുന്നത്. ഈ വർഷം തന്നെ ഈ 2024-25 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ കാട്ടാനയുൾപ്പെടെ ഉള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 57 മനുഷ്യരാണ്, സാധാരണക്കാരാണ് കൊല്ലപ്പെടുന്നത് അധികവും. ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് എന്താണ്? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ സർക്കാർ ഏത് വിധത്തിലാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്? ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് വളരെയേറെ ഗൗരവത്തോടു കൂടിയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ മാത്രമല്ല വനവും വന്യജീവികളും ഉള്ളത്. നമ്മളോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും വനങ്ങളുണ്ട്, വന്യജീവികളുണ്ട്. അതിനോടൊക്കെ അടുത്ത് മനുഷ്യവാസ കേന്ദ്രങ്ങളുമുണ്ട്. എന്നാൽ കേരളത്തിൽ മാത്രം ഇത്ര വലിയ തോതിൽ ഈ ദുരന്തം ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ വന്യജീവി പരിപാലനം എന്നുള്ള ആ വിഷയം നമ്മുടെ സർക്കാർ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കേണ്ടി വരും. എല്ലാ വർഷവും 48 കോടി രൂപ വീതം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിലേക്ക് വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയും വനസംരക്ഷണത്തിന് വേണ്ടിയും നൽകുന്നുണ്ട്. പക്ഷേ അതിൽ എത്ര രൂപയാണ് ചിലവഴിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. 48 കോടി രൂപ കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് നൽകിയിട്ട് 2 ജീപ്പുകൾ മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്തിനാണ് ഈ പണം തരുന്നത്? ഈ പണം തരുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ മതിയായ വെള്ളവും ഭക്ഷണവും ആവാസ സംവിധാനവും ഒരുക്കി കൊടുക്കുക, ഇതാണ് ഒന്നാമത്തെ കർത്തവ്യം. അത് രണ്ടാമത്തെ കർത്തവ്യമാണ് ഇലക്ട്രിക് ഫെൻസിങ്ങുകൾ, കിടങ്ങുകൾ, അതുപോലെ അപകടകരമായ ജീവികളെ സംബന്ധിച്ചുള്ള ഇലക്ട്രോണിക് ചിപ്പുകൾ ഘടിപ്പിക്കുക, ക്യാമറകൾ, ദൂരദർശിനികൾ, പെട്രോളിംഗ്. ഇങ്ങനെ 6 കാര്യങ്ങളാണ് വന്യജീവികളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് 48 കോടി രൂപ വീതം എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ ഏൽപ്പിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിനും ഇതിനൊരു ഫണ്ട് ഉണ്ടാവേണ്ടതും ബജറ്റ് വിഹിതം ഉണ്ടാവേണ്ടതും ആവശ്യമാണ്. കാരണം വനം വന്യജീവി വകുപ്പ് സംസ്ഥാനത്തുമുണ്ട്, കേന്ദ്രത്തിലുമുണ്ട്. എന്നാൽ 5 വർഷക്കാലം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന 48 കോടി രൂപ കൃത്യമായി ചെലവഴിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ 600 കോടി രൂപ അതിന്റെ വിപുലീകരണമായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും കേന്ദ്ര ഗവൺമെന്റ് തരാൻ തയ്യാറാണ്. പക്ഷേ തരുന്ന പണമൊന്നും കൃത്യമായി വിനിയോഗിച്ച് വേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്നില്ല. അതിന്റെ കണക്കുകളും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകളും കേന്ദ്രത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം 5-ാം വർഷം നമുക്ക് കിട്ടേണ്ട 600 കോടി രൂപയും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതായത് വനത്തിലുള്ള വന്യജീവികൾ പരാതി പറയുകയില്ല, സമരം ചെയ്യുകയില്ല എന്നുള്ളത് കൊണ്ട് അവർക്കുള്ള ഭക്ഷണവും വെള്ളവും മുടക്കുന്നത് ആ ഭക്ഷണവും വെള്ളവും തേടി വനത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ടും ലക്ഷങ്ങൾ കൊടുത്തത് കൊണ്ടും കാര്യമില്ല. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വസ്തുനിഷ്ഠമാണ്. ജീവന് നഷ്ടപരിഹാരം 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം, സർക്കാർ ജോലി, ഇതൊന്നും പരിഹാരമല്ല. അപ്പോൾ ചെയ്യേണ്ടത് ഈ മൃഗങ്ങൾക്ക് ആദ്യമായി ഭക്ഷണവും വെള്ളവും കൊടുക്കണം. പരിസ്ഥിതി അവർക്ക് ആവശ്യമായ രീതിയിൽ വനത്തിൽ വസിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതില്ലാതെ വനം കയ്യേറ്റവും വനത്തിനുള്ളിൽ തീവ്രവാദികൾ അടക്കമുള്ള ആൾക്കാരുടെ യാത്രകളും പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ കഞ്ചാവ് കൃഷി, തീവ്രവാദി പ്രവർത്തനങ്ങൾ, വനം കയ്യേറ്റം, ഇതൊക്കെ തടയാൻ ഗവൺമെന്റ് നോക്കിയാൽ സാധിക്കുന്ന കാര്യമാണ്. ഉദ്യോഗസ്ഥന്മാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ എത്ര കാര്യക്ഷമമായി നടക്കുന്നു? പെട്രോളിംഗ് കൃത്യമായി നടക്കുന്നുണ്ടോ? ക്യാമറകൾ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ടോ? സ്ഥാപിച്ച ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടോ? ദൂരദർശിനികൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും ഈ മൃഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടോ? അപകടകരമായ മൃഗങ്ങൾക്ക് ഇലക്ട്രോണിക് ചിപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് ഫെൻസിങ് എല്ലായിടത്തും ഉണ്ടോ? അവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കാനുള്ള സോളാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? കിടങ്ങുകൾ കുഴിക്കേണ്ടിടത്ത് കുഴിച്ചിട്ടുണ്ടോ? ഈ 6 കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്കറിയാം ഇവിടെയൊക്കെ വലിയ മിസ്മാനേജ്മെന്റ് ആണ് നടക്കുന്നത്.
ഇതൊന്നും അതായത് കാര്യക്ഷമമായി അഡ്വക്കേറ്റ് ജയസൂര്യൻ ബജറ്റിൽ വകയിരുത്തിയ പണം പോലും ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചത് എത്രയും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. 48 കോടി രൂപ അനുവദിച്ചിട്ട് 2 ജീപ്പ് മാത്രം വാങ്ങുന്നൊരവസ്ഥ. ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞതും അത് തന്നെയാണ്. കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയ പണത്തിന്റെ പകുതി പോലും ചെലവഴിക്കുന്നില്ല. അതായത് ഈ സർക്കാരിന് ആരോടാണ് പ്രതിബദ്ധത എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതെ, തീർച്ചയായിട്ടും വനത്തിലെ വന്യജീവികൾക്ക് വെള്ളവും ഭക്ഷണവും എത്തിക്കുക എന്നുള്ളത് വളരെ മിനിമമായ കാര്യമാണ്. ഇവിടെ ഈശ്വരൻ സാർ ചൂണ്ടിക്കാണിച്ച പോലെ ചൂട് കൂടി വരികയാണ്. നാട്ടിൽ മാത്രമല്ല, വനത്തിനുള്ളിലും ചൂട് കൂടി വരികയാണ്. അപ്പോൾ ആ ചൂട് കൂടുമ്പോൾ വന്യജീവികളെ സംബന്ധിച്ച് പ്രാണരക്ഷാർത്ഥം അവർ ഓടി വരുന്നത് നാട്ടും പുറത്തേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ഒരു ലോറി തടഞ്ഞു നിർത്തി തക്കാളിപ്പെട്ടി എടുത്ത് തിന്നുന്ന ആനയെ നമ്മൾ കണ്ടു. അത് ഭക്ഷണമാണ് എടുത്തത്, മനുഷ്യനെ എടുത്തില്ല. ഭാഗ്യമല്ലേ? അപ്പൊ ഭക്ഷണമില്ല. ഭക്ഷണം കൊടുക്കാനുള്ള പണം ഇവിടെ അനുവദിക്കുന്നുണ്ട്. ആ പണം മറ്റാരോ കൊണ്ടുപോയി ഭക്ഷിക്കുകയാണ്.